Hello, sir. Is it audible? Okay, audible on. A very good evening to all. As part of our student empowerment and training, Department of Mechanical Engineering, Government Polytechnic College, Chelakara. This is the fifth webinar session from set of Mech Department. So today's topic is idea to patent journey, and our resource person is Dr. Francis J. Emmati, Assistant Professor in Mechanical Engineering, Government Engineering College, West Hill, Kozhikode. Presently, uh, he is working in GC Kozhikode and having 15 years of teaching experience in various institutions. He received his PhD in ergonomics from NIT Calicut in 2022 and his MTech in Industrial Engineering and Management from IIT Kharagpur during 2009. He has uh, secured 3 patents and he has published 6 international journals and about 10 conference proceedings. He is also an excellent program officer in NSS. He is received Directorate Level Best Program Officer Award in 2016-17 academic year to the National Service Scheme, Technical Cell, Kerala. So, a warm welcome to Dr. Francis J. Emmati and our respected faculty members and our students from various institutions and our college. Today, this is the 15th session. We have conducted different sessions as part of set program, online training for campus placements, design thinking and introduction to NPL courses, industry campus startup, industry on campus, projects to patents, and also product case study on agriculture sector, social innovation, seminar content research, drone technology, project management, joyful learning, technology management, design of experiments, research projects and current trends. And now we have an eminent faculty, Dr. Francis J. Emmati, and the title is Idea to Patent Journey. Welcome to our set program, sir. I am handing over the session to you. Please carry on. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഞാൻ ഇതൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. Okay, sir.
ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? യെസ് സാർ. ഞാനത് സ്ലൈഡ് ഷോയിലേക്ക് ഇട്ടേക്കാം. സ്ലൈഡ് ഷോ മോഡ് ആയിട്ടുണ്ടല്ലോ ഇല്ലേ? യെസ് സാർ. ഓക്കെ ആണ് സാർ, ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ 15ാമത്തെ സെഷനാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിനു മുൻപ് പേറ്റന്റിന്റെ പല ടോക്സും നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ PhDയുടെ ഭാഗമായിട്ട് 3 പേറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പല നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ പല പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പല പ്രോഡക്ട്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും അതിൽ നിന്നൊരു പേറ്റന്റിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പേറ്റന്റിലേക്ക് പോകാൻ പറ്റുന്നില്ല? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്റ്റിനകത്ത് മറ്റുള്ളവരുടെ പ്രോഡക്റ്റുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാറില്ല. അതാണ് ഒരു മെയിൻ തടസ്സമായിട്ട് ഇതിന് വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ 3 പാർട്സ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് പേറ്റന്റ്സ്, ദെൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്, ദെൻ പേറ്റന്റ് ഡിസ്ക്ലോഷർ പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് ഹൗ ടു പ്രിപ്പയർ എ പേറ്റന്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതൊരു പ്രോപ്പർട്ടിയും ഓൺ ചെയ്യുന്നത് പോലെ നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ ഒരു ക്രിയേഷൻ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അതിന് ഒരു ഇറ്റ് ഈസ് എ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗിവൺ ബൈ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ലോ, ആൻഡ് ഇറ്റ് ഈസ് ടൈം ബൗണ്ട്. ദാറ്റ് ഈസ് ഫോർ 20 years. ഇപ്പോൾ പേറ്റന്റ് ആണെങ്കിൽ 20 years. പല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതേപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് നമുക്ക് മെയിൻ ആയിട്ടും പേറ്റന്റ്സ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, ട്രേഡ് സീക്രട്ട്, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വേറെയും പലതും ഉണ്ട്. അപ്പോൾ പേറ്റന്റ്സിലാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിനകത്ത് യൂട്ടിലിറ്റി പേറ്റന്റ്സിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂട്ടിലിറ്റി പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയൊരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ വരുന്നതാണ് യൂട്ടിലിറ്റി പേറ്റന്റ്. പിന്നെ ഡിസൈൻ പേറ്റന്റും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൺട്രോൾ പാനൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലിന്റെ ഷേപ്പ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡിസൈൻ പേറ്റന്റ്. നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന യൂട്ടിലിറ്റി പേറ്റന്റ്സ് ആണ്. ഇപ്പൊ നിങ്ങളൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പുതിയ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതൊരു യൂട്ടിലിറ്റി പേറ്റന്റ് അല്ലെങ്കിൽ വെറുതെ പേറ്റന്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പേറ്റന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേറ്റന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് 20 years ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ്. അപ്പൊ നമ്മൾ എന്ന് ഫയൽ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. It is a monopoly granted by the government to exclude others from using an invention. അതായത് ഒരു പേറ്റന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ത്യൻ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് പേറ്റന്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യണം. വേറെ ആരെങ്കിലും നമ്മുടെ ഇൻവെൻഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിൽ പോയത് അയാൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ an inventor associated with a patent is a person who actually created the invention individually or in collaboration with other inventors. യൂഷ്വലി പേറ്റന്റ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ എഫേർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇൻവെന്റേഴ്സ് ആയിട്ട് പലപ്പോഴും നിങ്ങൾ ഏത് പേറ്റന്റ് എടുത്ത് നോക്കിയാലും മിക്കവാറും അതിനകത്ത് മൾട്ടിപ്പിൾ ഇൻവെന്റേഴ്സ് ഉണ്ടാവും. ദെൻ അപ്പോൾ പേറ്റന്റിനകത്ത് ഒരു ഇൻവെന്ററും ഉണ്ടാവും, അതേപോലെ ഓണറും ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേറ്റന്റിന്റെ ഓണർ എന്ന് പറയുന്ന ആ കമ്പനി ആയിരിക്കും. യൂഷ്വലി നിങ്ങൾ ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആകുമ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഗ്രിമെന്റ് വെക്കുന്നുണ്ടാവും. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പേറ്റന്റിന്റെ ഉടമസ്ഥാവകാശം ആ കമ്പനിക്കാണെന്ന് നിങ്ങൾ ആദ്യമേ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സോ അപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഓണർ ആ കമ്പനിയാണ്. അതിൽ നിന്നുള്ള എല്ലാ ബെനിഫിറ്റും ആ കമ്പനിക്കായിരിക്കും. പലപ്പോഴും ഇൻവെന്റർക്ക് ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. So a patent owner has the right to exclude others from using, making, selling or importing an infringing product. ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ മാത്രം പേറ്റന്റ് എടുക്കുകയാണെങ്കിൽ
വേറൊരു രാജ്യത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. Then it is an offensive right which requires that a patent owner sue the infringer. അതായത് നമ്മളൊരു പേറ്റന്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആരെങ്കിലും അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്കെതിരെ കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അയാളുടെ നമുക്ക് ഫൈൻ പോലെ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു പേറ്റന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനാവാം. ഇപ്പൊ പേറ്റന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, അത് നോവൽ ആയിരിക്കണം, അതായത് അത് പുതിയതായിരിക്കണം. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻവെന്റീവ് സ്റ്റെപ്പ്, അപ്പൊ അതിനകത്തൊരു ഇൻവെൻഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ദെൻ നോട്ട് ഫോൾ അണ്ടർ സെക്ഷൻ 3 and 4. സെക്ഷൻ 3 and 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറ്റന്റ് ലോസിനകത്ത് ചില ഐറ്റംസിനൊന്നും പേറ്റന്റ് കിട്ടില്ല. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഷുഡ് ബി നോവൽ. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയതായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. അപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റിന് പേറ്റന്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചെന്നൈ പേറ്റന്റ് ഓഫീസിലേക്ക് ആയിരിക്കും. കാരണം നമ്മൾ കേരളത്തിൽ ഇരുന്ന ഒരു ഇൻവെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ചെന്നൈ പേറ്റന്റ് ഓഫീസിലേക്കാണ്. അപ്പൊ അവര് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പേറ്റന്റ് ആയിട്ട് തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പറിലായാലും മതി, മാഗസിനിലായാലും മതി, ഏതായാലും മതി. ഓക്കെ. സോ ഇൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രയർ പബ്ലിക് നോളജ് ഓർ പ്രയർ പബ്ലിക് യൂസ് വിത്തിൻ ഇന്ത്യ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ പല മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനൊന്നും നമുക്ക് പേറ്റന്റ് കിട്ടില്ല. ദെൻ പക്ഷെ മഞ്ഞളിൽ നിന്ന് ഇപ്പോൾ മഞ്ഞ കളറിലുള്ള ഒരു സാധനമാണല്ലോ. അപ്പൊ അതിൽ നിന്ന് നമ്മളിപ്പോ ഒരു കളർ ഇല്ലാത്ത അതിൽ നിന്നൊരു കോമ്പൗണ്ട് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടാം. പക്ഷെ വെറുതെ മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പേറ്റന്റ് കിട്ടില്ല. സോ ക്ലെയിം ബിഫോർ ഇൻ എനി സ്പെസിഫിക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തില് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പേറ്റന്റ് കിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്തു. അപ്പൊ പ്രൊജക്ട് ചെയ്തിട്ട് അതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പേപ്പറുകളിലൊക്കെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നോവൽറ്റി ഇല്ലാതായിപ്പോ. അതുകൊണ്ട് പേറ്റന്റ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രം ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുക. Then it should have an inventive step. Inventive step എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫീച്ചർ ഓഫ് ദ ഇൻവെൻഷൻ ദാറ്റ് ഇൻവോൾവ്സ് ടെക്നിക്കൽ അഡ്വാൻസ്. അപ്പൊ പുതിയൊരു ടെക്നോളജി നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആ ടെക്നോളജിക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഇപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. ദെൻ that makes the invention not obvious to a person skilled in that. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതെങ്കിൽ വേറൊരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് അത് പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റെയർ കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ്. അപ്പൊ ഈ സ്റ്റെയർ കേസ് സാധാരണ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പണിയുന്നത്. അതിന് പകരം നമ്മൾ അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പിലൊക്കെ പണിയാണ്, ഹാർട്ടിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്പൈറലൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അതിന്റെ ഷേപ്പ് ഒന്നും മാറ്റി എന്ന് പറഞ്ഞ് നമുക്ക് പേറ്റന്റ് ഒന്നും കിട്ടില്ല. then it should have some industrial application. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റിന് മാത്രമേ നമുക്ക് പേറ്റന്റ് കിട്ടുള്ളൂ. പിന്നെ പേറ്റന്റ് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവിടെ പേറ്റന്റ്സ് ആക്ട് 1970 പ്രകാരം പല പ്രോഡക്ട്സിനും പേറ്റന്റ് കിട്ടില്ല. സോ ദാറ്റ് ഈസ് ഫ്രിവോലസ് ഓർ ഒബ്വിയസ്. അതായത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ പറയുന്നത് ബക്കറ്റിന്റെ കൂടെ ടോർച്ച് ഫിറ്റ് ചെയ്തത്, അതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. ദെൻ കോൺട്രറി ടു വെൽ എസ്റ്റാബ്ലിഷ്ഡ് നാച്ചുറൽ ലോസ്. അതായത് ഇപ്പൊ നമുക്കറിയാം യൂഷ്വലി ഒരു മെഷീനും 100% എഫിഷ്യൻസി കിട്ടില്ല. അപ്പൊ 100% കൂടുതൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുക, അങ്ങനെയുള്ളതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. ദെൻ ഇൻജൂറിയസ് ടു പബ്ലിക് ഹെൽത്ത്. ഇപ്പൊ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെൻഷൻ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. ദെൻ മിയർ അറേഞ്ച്മെന്റ് ഓർ റീ അറേഞ്ച്മെന്റ്. അതായത് ഇപ്പൊ ഏതെങ്കിലും 2 കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ അതിനൊന്നും കിട്ടില്ല. ദെൻ ഡിസ്കവറി ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ E=mc² എന്നുള്ള ഐൻസ്റ്റീന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പേറ്റന്റ് കിട്ടില്ല. ദെൻ ഡിസ്കവറി ഓഫ് ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്.
ഡിസ്കവറിക്ക് ഒന്നും പേറ്റന്റ് കിട്ടില്ല. ദെൻ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ, ദെൻ മാത്തമാറ്റിക്കൽ ഓർ ബിസിനസ് മോഡൽ, ഒരു ഇക്വേഷൻസിന് ഒന്നും കിട്ടില്ല. അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് പേറ്റന്റ് കിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. ഇത് ഇന്ത്യയിലത്തെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പല സോഫ്റ്റ്വെയർസും റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറെ പേറ്റന്റ്സിന്റെ ലിസ്റ്റ് ഒക്കെ വരും. പ്രത്യേകിച്ചും അതൊക്കെ US പേറ്റന്റ് ആയിരിക്കും. US-നകത്ത് നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനും പേറ്റന്റ് കിട്ടും, ഇവിടെ നമുക്ക് കോപ്പിറൈറ്റേ കിട്ടുള്ളൂ. ദെൻ എനിത്തിങ് റിലേറ്റഡ് ടു അറ്റോമിക് എനർജി, അതൊരു നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നതായതുകൊണ്ട് അതിനും പേറ്റന്റ് കിട്ടില്ല. അപ്പൊ ഇന്ത്യയിലെ പേറ്റന്റിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങളൊരു ഇൻവെൻഷൻ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻവെൻഷൻ ഫയൽ ചെയ്യാം. അപ്പൊ ആ ഫയൽ ചെയ്യുന്ന ഡേറ്റ് തൊട്ടിട്ടാണ് നമുക്ക് 20 വർഷത്തേക്കാണ് നമുക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പേറ്റന്റ് ഓഫീസിൽ നിന്ന് അത് ചെക്ക് ചെയ്യും. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ലെവൽ ചെക്കിങ് കഴിഞ്ഞിട്ട് അതിനൊരു പേറ്റന്റബിലിറ്റി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരത് പബ്ലിഷ് ചെയ്യും. ദാറ്റ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ. അപ്പൊ യൂഷ്വലി 6 months കഴിയുമ്പോൾ, സോറി 6 months അല്ല, 18 months കഴിയുമ്പോൾ പേറ്റന്റ് പബ്ലിഷ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 6 months-നകത്തും വേണമെങ്കിൽ പബ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫാസ്റ്റ് പബ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ഇൻവെൻഷൻ വേറെ ആരെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം ഫാസ്റ്റ് പബ്ലിക്കേഷന് പോയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ 18 months എടുക്കും ഇത് പബ്ലിഷ് ചെയ്യാൻ. പലപ്പോഴും നമ്മൾ പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പേറ്റന്റ് എക്സാമിൻ ചെയ്യാനുള്ള റിക്വസ്റ്റും കൂടെ കൊടുക്കാറുണ്ട്. അന്നേരം ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്താലും മതി. ഇത് കൊടുത്താൽ മാത്രമേ പേറ്റന്റ് എക്സാമിൻ ചെയ്യുള്ളൂ. പേറ്റന്റ് എക്സാമിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പേറ്റന്റ് ഗ്രാൻഡ് ആയിട്ട് വരുള്ളൂ. പേറ്റന്റ് ഗ്രാൻഡ് ആയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് പേറ്റന്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഫയൽ ചെയ്യും, അതിനുള്ള ഫീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പേറ്റന്റ് ചെന്നൈ പേറ്റന്റ് ഓഫീസിൽ നിന്ന് അവർ ഇത് എക്സാമിൻ ചെയ്ത് ഒരു ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് നമുക്ക് തരും. ഈ ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലീഗൽ പ്രൊസീജിയർ ആണ്. അപ്പൊ നമ്മൾ കോർട്ടിലെ പോലെയാണ്, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് പല ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഫയൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് അവർ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിനകത്ത് അവര് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറയും. നമ്മൾ പല ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യുമ്പോൾ അവർ പറയും ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ കോർട്ടിലെ പോലെ തന്നെയാണ്, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം. അപ്പൊ 6 മാസത്തിനകത്ത് നമുക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്ക് പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യും. പേറ്റന്റ് ഗ്രാൻഡ് നമുക്ക് പേറ്റന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആണ്. പക്ഷെ നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാലും വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഗ്രാൻഡ് ഒപ്പോസിഷനും പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പേറ്റന്റിന്റെ പലതരത്തിലുള്ള ഫീസുകളാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പേറ്റന്റ് ഫയൽ ചെയ്യുന്ന ടൈമിൽ ഒരു 1600 രൂപ വരുന്നുണ്ട്. ദെൻ റിക്വസ്റ്റ് ഫോർ പബ്ലിക്കേഷൻ 2500 വരുന്നുണ്ട്. ദെൻ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ ഒരു 4000 വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 8000 9000 മാത്രമേ വരുന്നുള്ളൂ. റിക്വസ്റ്റ് ഫോർ എക്സ്പെഡിറ്റഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യാനുള്ള, അതിന്റെ നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ തുക മാത്രമേ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യാൻ വരുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പേറ്റന്റ് അറ്റോർണി വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 30,000 തൊട്ട് 1 lakh ചിലപ്പോൾ 2 lakhs വരെയൊക്കെ അവര് പേറ്റന്റ് ഫീ ആയിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ലത് പേറ്റന്റ് അറ്റോർണി വഴി പോകുന്നതാണ്. അതേപോലെ നമ്മുടെ പേറ്റന്റ് ഡോക്യുമെന്റ് വളരെ പെർഫെക്റ്റ് ആക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ പേറ്റന്റ് അറ്റോർണി വഴി പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പേറ്റന്റ് ലോസും അതേപോലെ ഒരു പേറ്റന്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ സാർ? അതെ സാർ. ക്വസ്റ്റ്യൻസ് അവസാനം പോരെ? അത് മതിയാവല്ലോ? അതെ സാർ, അവസാനം മതിയാവും സാർ. അവസാനം മതിയാവല്ലോ. ഓക്കെ. അപ്പൊ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം.
പലതരത്തിലുള്ള പല ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഓരോന്നിനകത്തും പറയുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സ് തന്നെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സ് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ജനറിക് പ്രോഡക്റ്റ്, അതായത് മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു ടൈപ്പ് പ്രൊഡക്റ്റിന് മാത്രമേ ഈ ഒരു മെത്തേഡ് ഈ ഒരു പറയുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ് ആണ്. പ്രോഡക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഏതെങ്കിലും ഒരു എല്ലാ ടൈപ്പ് പ്രോഡക്ട്സും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. അതാണ് പ്രോഡക്റ്റ് പ്ലാനിങ് വരുന്നത്. അത് 0th ഫേസ് ആണ്. ദെൻ കൺസെപ്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് മോഡ്യൂൾസ് ഉണ്ടാവും, ട്രാൻസ്മിഷൻ മോഡ്യൂൾ ഉണ്ടാവും, എൻജിൻ മോഡ്യൂൾസ് വരുന്നുണ്ടാവും. അങ്ങനെ ഒരു 7-8 മോഡ്യൂൾസ് ഉണ്ടാവും. ഈ ഓരോ മോഡ്യൂൾസിനും നമുക്ക് പലതരത്തിലുള്ള ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറിനകത്ത് ബാറ്ററി ഉണ്ട്. ബാറ്ററി നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യാം. അപ്പൊ ഏത് ടൈപ്പ് ടെക്നോളജി യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് കൺസെപ്ച്വൽ ഡെവലപ്മെന്റ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ കൺസെപ്ച്വൽ ഫേസിലാണ്. നെക്സ്റ്റ് ഈസ് ദ എംബോഡിമെന്റ് ഫേസ്. എംബോഡിമെന്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ജോമെട്രി നമുക്ക് അതിന്റെ ഒരു ഫിഗർ പോലെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ എംബോഡിമെന്റ് ഡിസൈൻ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പ്രൊഡക്റ്റിന്റെ ഡ്രോയിങ് വരച്ച് അതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും റഫായിട്ടെങ്കിൽ. ദാറ്റ് ഈസ് ദ എംബോഡിമെന്റ് ഡിസൈൻ. അപ്പൊ ഈ ഒരു ഫേസ് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പേറ്റന്റിന് അപ്ലൈ ചെയ്യാം. പേറ്റന്റിന് അപ്ലൈ ചെയ്യാൻ പ്രോട്ടോടൈപ്പ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അതൊന്നും ആവശ്യമില്ല. നമ്മളൊരു ഡ്രോയിങ് വരച്ച് എങ്ങനെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ വേറൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണം. ആ ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നേ ഇല്ല, ജസ്റ്റ് ഡ്രോയിങ് മാത്രം മതി. നെക്സ്റ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡിസൈൻ. ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാർ ആണെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക്കൽ പാർട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് ഡിസൈൻ ചെയ്യും. അതുപോലെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ആയിരിക്കും മെജോറിറ്റി ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഡിസൈൻ ചെയ്യും. ഇപ്പൊ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസും ഒക്കെ ഉപയോഗിച്ച് നമുക്കത് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും. ദെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വിർച്വൽ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ഫുൾ പ്രോട്ടോടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദെൻ ഫൈനലി ഇത് പ്രൊഡക്ഷൻ ചെയ്യും. അപ്പൊ നമുക്ക് പേറ്റന്റിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസെപ്ച്വൽ ഡെവലപ്മെന്റും അതുപോലെ എംബോഡിമെന്റ് ഡിസൈനും ഇത്രയും കമ്പൽസറി ആണ്. പ്രോട്ടോടൈപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ കൺഫേം ചെയ്തിട്ട് ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് നമുക്ക് പേറ്റന്റ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ തന്നെ പേറ്റന്റ് PhDയുടെ എക്സ്പീരിയൻസ് ആണ്. എന്റെ PhDയുടെ റിസർച്ച് പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, PhDക്ക് 2 പ്രോബ്ലം ആണ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാം. അപ്പൊ അതൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എർഗണോമിക് ഇന്റർവെൻഷൻസ്. അതെന്ന് പറയുന്നത് പവേർഡ് ടൂൾസ് ഒന്നുമല്ല, പലതരത്തിലുള്ള ഹാൻഡ് ടൂൾസ് ആണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോബ്ലം. അപ്പൊ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 പേറ്റന്റുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് വേസ്റ്റ് പിക്കർ. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് പിക്ക് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഈ ട്രിഗർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോസ് ഇങ്ങനെ ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റ് പിക്ക് ചെയ്യാൻ പറ്റും. വേറെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഇലയൊക്കെ കുത്തിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ആ ഒരു നീഡിൽ പോയിന്റ് പോലുള്ള സാധനം. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് പിക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ ചില ബോട്ടിൽ പോലെയുള്ള വേസ്റ്റ് വരാം, അല്ലെങ്കിൽ പേപ്പർ, പ്ലാസ്റ്റിക് കവർ, അങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ വരാം. അപ്പൊ ഇതിങ്ങനെയുള്ളതൊക്കെ
നമുക്ക് എളുപ്പത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എടുക്കുന്ന ആൾക്ക് എളുപ്പത്തിൽ കുനിഞ്ഞു നിൽക്കാതെ തന്നെ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പിക് ഫ്ലാറ്റ് ആൻഡ് വോളിമിനസ് വേസ്റ്റ്, പേപ്പർ പോലെയുള്ളതും കവറ്, പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ നമുക്ക് എടുക്കാം. പിന്നെ ഈ എടുത്ത വേസ്റ്റ് ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പിന്നെ ഈ സെപ്പറേറ്റ് ടൂൾസ് നമുക്ക് ഇതിന് ആവശ്യമില്ല, ഒറ്റ ടൂൾ കൊണ്ട് തന്നെ ഇത് സാധിക്കും. പിന്നെ ഈ പ്രോഡക്റ്റിന് മിനിമം കമ്പോണൻസ് മതി. ആദ്യം ഇതിന്റെ വർക്കിംഗ് ഒന്ന് ഞാൻ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ കാണുന്നത് പ്രോഡക്റ്റിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് സൈക്കിളിന്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മോഡൽ അല്ല, ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഇതിന് 2 പാർട്സ് ഉണ്ട്. ഒരു ജോ നിങ്ങൾക്ക് കാണാം, അതേപോലെ ഒരു നീഡിലും കാണാം. നീഡിൽ ഉപയോഗിച്ച് നമുക്ക് പേപ്പർ പോലുള്ള കുത്തിയെടുക്കാം. ആ ജോസ് ഉപയോഗിച്ച് ബോട്ടിൽ പോലുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതാ എഡിറ്റിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ പേപ്പർ പോലെയുള്ളത്, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ആ ഒരു ലിവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ഡ്രോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ ബോട്ടില് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ജോസിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും, അതനുസരിച്ച് നമുക്ക് ബോട്ടിലൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊക്കെ പേറ്റന്റ് കിട്ടുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ പേറ്റന്റ് കിട്ടാൻ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഒന്ന്, അത് പുതിയതായിരിക്കണം, നോവൽറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഇതേപോലെ 2 ടൂൾസ് ഒന്നിച്ച് വരുന്ന ഒരു ടൂള് വേറെ ലോകത്തിന്റെ ഒരു ഭാഗത്തും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നോവൽറ്റി അതിനുണ്ട്. പിന്നെ ഇതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ള സംശയമില്ല. പിന്നെ ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ടൂളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പെൻസിലിന്റെ ബാക്കിൽ റബ്ബർ ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നും പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ടൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൂൾസ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല പാർട്സിന്റെ ഒക്കെ എണ്ണം നമുക്ക് കുറവ് മതി. അതേപോലെ തന്നെ ഇത് ഒറ്റ ടൂളാവുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വേസ്റ്റ് പിക്ക് ചെയ്യാൻ ഇത് ഉപയോഗിച്ച് എളുപ്പം സാധിക്കും. ഒറ്റ ടൂൾ കൊണ്ട് തന്നെ സാധിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. അങ്ങനെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പേറ്റന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് പേറ്റന്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പൊ അതിനെ ഞാൻ നേരത്തെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ലെവലിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ് ആണ്. ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിന് നെക്സ്റ്റ് ഫേസ് കൺസെപ്ച്വൽ ഡിസൈൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസെപ്ച്വൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഐഡിയാസ് കിട്ടണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ so clarify the problem and break the problem into sub problem. So first we will be searching internally, അതായത് സ്വന്തമായിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക. പലപ്പോഴും ആദ്യം നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സെർച്ച് എക്സ്റ്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള പ്രോഡക്റ്റ് ഇന്റർവ്യൂ ലീഡ് യൂസേഴ്സ്. അപ്പോൾ പലരും ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഐഡിയ കിട്ടും. ദെൻ കൺസൾട്ട് എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിന്ന് പല ഐഡിയ കിട്ടും. ദെൻ സെർച്ചിങ് പേറ്റന്റ്സ്. അപ്പോൾ പേറ്റന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് പല ഐഡിയ കിട്ടും. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേറ്റന്റ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല.
അപ്പോൾ പേറ്റന്റിന് ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്, അതായത് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റാബേസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ പേറ്റൻസ്, ഗൂഗിളിന്റെ ഫ്രീ ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ്. അപ്പോൾ അതിനകത്ത് കയറി നമ്മുടെ ബേസിക് റിക്വയർമെന്റ് എന്താണെന്ന് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പിക്ക് ഓർ ട്രാൻസ്ഫർ വേസ്റ്റ് ആണ് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള റിസൾട്ട് കിട്ടും. അതേപോലെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000-ഓളം റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1,00,000 പേറ്റന്റ് ഒന്നും നമുക്ക് വായിച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അതിൻ്റെ ഒപ്പം IPC ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. പേറ്റന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റർനാഷണൽ പേറ്റന്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് കോഡ്സ് ഉണ്ട്. ഈ കോഡും നമുക്ക് സെർച്ച് ചെയ്യാൻ കിട്ടും. IPC ക്ലാസിഫിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഹാൻഡ് ഇംപ്ലിമെന്റ്സിന്റെ ഒരു കോഡാണ് E01H1-12. അങ്ങനെയുള്ള കോഡിന്റെ ലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 500 പേറ്റന്റേ വരുന്നുള്ളൂ. ഈ 500 പേറ്റന്റ്സ് നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്നും വായിക്കേണ്ട, ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി. പലപ്പോഴും അതിനകത്ത് മെക്കാനിക്കൽ പാറ്റേൺസ് ആണെങ്കിൽ അതിനകത്ത് ഫിഗേഴ്സ് ഉണ്ടാവും. ആ ഫിഗേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പൊ ഇതൊരു ഫിഗർ ആണ്. ഈ ഫിഗർ കണ്ടാൽ തന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് അറിയാം. ബാക്കി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം, ഇല്ലെങ്കിൽ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇന്ത്യൻ പേറ്റൻസ് ആണ് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ഇൻപാസ് എന്ന് പറയും, ഇന്ത്യൻ പേറ്റന്റ് അഡ്വാൻസ്ഡ് സെർച്ച് സിസ്റ്റം. ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേറ്റന്റിന്റെ ഡാറ്റ കിട്ടും. അതേപോലെ വേറെ സിമിലർ പാറ്റന്റ്സ് ഒക്കെ ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പേറ്റന്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എംബോഡിമെന്റ് ഡിസൈൻ. അതായത് ഒരു പ്രോഡക്റ്റിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പാർട്സിനൊക്കെ 1, 2, 3 നമ്പർ കൊടുക്കും. ഓരോ പാർട്സും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് പാർട്ടും കൂടി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് ഫയൽ ചെയ്യണം. സാധാരണ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ചെയ്താൽ മതി. ഇപ്പോൾ വേറെ ആരെങ്കിലും ഇത് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രോയിങ് വരച്ച് ഫയൽ ചെയ്യണം. ഓക്കെ, പിന്നെ ഏത് തരത്തിൽ ഫയൽ ചെയ്യണം. നമുക്കിത് യൂഷ്വലി നമ്മൾ ഫയൽ ചെയ്യുന്നത് ഇന്ത്യൻ പേറ്റന്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ പേറ്റന്റിന് ഭയങ്കര സ്കോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ പേറ്റന്റ്സും ഫയൽ ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് PCT ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പാരലലി നമുക്ക് പല രാജ്യങ്ങളിലും ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് US പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ US ഫീസ് അടയ്ക്കാൻ തയ്യാറാവണം. അതേപോലെ എത്ര രാജ്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പേറ്റന്റ് അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടത്തെയൊക്കെ ഫീസുകൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. പിന്നെ പേറ്റന്റ് ഫയൽ ചെയ്യണമെന്ന് മുന്നേ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേറ്റന്റ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പേറ്റന്റിൽ എന്താണ് ഡിഫറെന്റ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പലർക്കും പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം ഓൾറെഡി എന്തൊക്കെ ഇൻവെൻഷൻസ് ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. പലരും പ്രോഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പേറ്റന്റ് അറ്റോർണിയെ പോയി കാണുന്നത്, ഇത് ഫയൽ ചെയ്യാൻ ഇതിന് പേറ്റന്റ് കിട്ടുമോ ഇല്ല എന്ന് അറിയാൻ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിനു മുന്നേ പേറ്റന്റ് സെർച്ച് ചെയ്ത് തുടങ്ങണം. നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ പേറ്റന്റ് സെർച്ച് ചെയ്ത് തുടങ്ങണം. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് പല ഐഡിയാസും കിട്ടും. ആ ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊജക്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷമല്ല പേറ്റന്റ് സെർച്ച് ചെയ്യേണ്ടത്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് പേറ്റന്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേറ്റന്റ് ഫയൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പേറ്റന്റ് സെർച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് പേറ്റന്റ് അറ്റോർണിയുടെ ഒരാവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പേറ്റന്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം. അപ്പോൾ പേറ്റന്റിനകത്ത് ഒരു ടൈറ്റിൽ ഉണ്ടാവും. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പോൾ ഞാൻ മൾട്ടിപർപ്പസ് വേസ്റ്റ് പിക്കർ എന്ന് കൊടുത്തു, വേറെ ആൾക്ക് വേറൊരു ഐഡിയ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻവെന്റേഴ്സിന്റെ ലിസ്റ്റ്, ഫീൽഡ് ഓഫ് ഇൻവെൻഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻവെൻഷൻ, എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻവെൻഷനിലേക്ക് ഞാൻ വന്നത്. ദെൻ സമ്മറി. അപ്പോൾ ഇതേപോലെ ഫീൽഡ് ഓഫ് ഇൻവെൻഷൻ പറയും. ഫീൽഡ് ഓഫ് ഇൻവെൻഷൻ മീൻസ് ഇറ്റ്സ് ഫോർ പിക്കിംഗ് അപ്പ് വേസ്റ്റ് ഓബ്ജക്ട്സ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് ഫോർ ട്രാൻസ്ഫറിങ് ദീസ് ഓബ്ജക്ട്സ്. അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആണ്, ഇത് വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു ടൂളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൂളിലേക്ക് വന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ആവശ്യത്തിന് നമുക്ക് മൾട്ടിപ്പിൾ ടൂൾസ് ആവശ്യമാണ്. അതിന് പകരം ഞാൻ ഒറ്റ ടൂളായിട്ട് എനിക്കിത് മാറ്റാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ ഡ്രോയിങ്സിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇതേപോലെയുള്ള ഫിഗേഴ്സ് കൊടുക്കും. അതിൽ 1, 2, 3 നമ്പർ ചെയ്ത് ഓരോ പാർട്സും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. പിന്നെ
പേറ്റന്റിനകത്ത് ഏറ്റവും പ്രധാനം അവസാനം വരുന്ന ക്ലെയിംസ് ആണ്. ഈ ക്ലെയിംസിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് പല പാർട്സ് പല മോഡ്യൂൾസ് അല്ലെങ്കിൽ പാർട്സ് ഉണ്ടാവും. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ A+B+C ആണ്. അപ്പൊ നമ്മൾ പറയും നമ്മുടെ പ്രോഡക്റ്റ് കംപ്രൈസ് എന്താണെന്ന് ഞാൻ പറയും A+B+C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, 3 പാർട്സ് ഉണ്ട്. അതുകൂടാതെ വേറെ ഏത് പാർട്സ് വേണമെങ്കിലും വരാം. കംപ്രൈസിങ്ങിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്, കൺസിസ്റ്റ് ഓഫ് അല്ല. കംപ്രൈസിംഗ് എന്നുള്ള ടേമാണ് എല്ലാ പേറ്റന്റുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പാർട്സ് കൂടാതെ വേറെ ഏത് പാർട്സ് ആഡ് ചെയ്തിട്ട് വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ പേറ്റന്റിനകത്ത് അത് വരും. ഇപ്പൊ അയാൾ ഒരു A+B+C+D എന്ന് പറയുന്ന ഒരു പേറ്റന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേറ്റന്റിന്റെ പീരീഡ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് റോയൽറ്റി തരേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പേറ്റന്റ് ഫയൽ ചെയ്യുന്നത്. ഇപ്പൊ അതേപോലെ തന്നെ A എന്ന് പറയുന്ന പാർട്ടിന് വീണ്ടും പല സബ് പാർട്സ് വരാം, U+V+W ആ രീതിയിലാണ് നമ്മൾ പേറ്റന്റ് എഴുതുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് മെയിൻ ക്ലെയിം ആണ്. ആ മെയിൻ ക്ലെയിമിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു സമ്മറി പോലെ കൊടുക്കും. അതാണ് ഫസ്റ്റ് ക്ലെയിം. അത് ഇൻഡിപെൻഡന്റ് ക്ലെയിം എന്ന് പറയും. പിന്നെ സെക്കൻഡ് ക്ലെയിം ആണ്, പിന്നെ അങ്ങോട്ട് വരുന്ന ക്ലെയിംസ് എല്ലാം ഡിപെൻഡന്റ് ക്ലെയിംസ്. ഒന്നാമത്തെ ക്ലെയിമിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ പാർട്സും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഏത് പേറ്റന്റ് എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലെയിം ആണ്. അതിനകത്ത് ഒരു സമ്മറിയാണ്. ബാക്കി ക്ലെയിംസ് ഒക്കെ ഓരോ പാർട്സിന്റെയും പ്രത്യേകതകളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ദെൻ പെർസ്യൂഡ് ആപ്ലിക്കേഷൻ. നമ്മൾ യൂഷ്വലി പേറ്റന്റ് ഒക്കെ ഫയൽ ചെയ്യുന്ന പേറ്റന്റ് സെർച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷെ പേറ്റന്റ് ഫയൽ ചെയ്യുന്നത് ഒരു ത്രൂ പേറ്റന്റ് അറ്റോർണി പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് പേറ്റന്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് പല മിസ്റ്റേക്ക് ഉണ്ടാവും. പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ആൻഡ് ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ ടെക്നോളജി അറിയണം, ലീഗൽ ടേംസും അറിയണം. ഇപ്പൊ യൂഷ്വലി പേറ്റന്റ് അറ്റോർണി എന്ന് പറയുന്ന ഒരാള് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഡിഗ്രി എടുത്ത ആളായിരിക്കും, പ്ലസ് അതിന്റെ ഒപ്പം ഇതിന്റെ പേറ്റന്റ് ലോസും പേറ്റന്റ് അറ്റോർണി ആവാനുള്ള ഡിഗ്രി എടുക്കുന്നുണ്ടാവും. അപ്പൊ അയാൾ ഒരു യൂഷ്വലി ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കും, പ്ലസ് ഇതിനകത്തൊരു ലോയറും കൂടെ ആയിരിക്കും. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പേറ്റന്റ് നോക്കുന്ന ഒരു പേറ്റന്റ് അറ്റോർണി എന്ന് പറയുന്നത് അയാൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ആയിരിക്കും. അതിന്റെ ഒപ്പം അയാൾക്ക് ലീഗൽ പേറ്റന്റ് അറ്റോർണിയുടെ എക്സാമിനേഷനും പാസ്സായ ഒരാളായിരിക്കും. അപ്പൊ നമുക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ പാറ്റന്റ് അറ്റോർണി പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം. ഇപ്പൊ വലിയ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പേറ്റന്റ് ആണെങ്കിൽ അത്ര എളുപ്പമല്ല. എന്നാലും നിങ്ങൾക്ക് കുറച്ച് ലീഗൽ ടേംസ് ഒക്കെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇമ്പോസിബിൾ അല്ല, ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇന്റർനാഷണൽ പേറ്റന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ PCT ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേസ് പീരീഡ് കിട്ടും നമുക്ക്. ആ പീരീഡിനകത്ത് നമുക്ക് പല രാജ്യങ്ങളിലും പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഒരു ഹൈ ടെക്നോളജി ആണെങ്കിൽ, നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലയിടത്തുനിന്നും ഫണ്ടിങ് കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ആയിട്ട് പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് പേറ്റന്റ് അപ്ലൈ ചെയ്യാം. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് പേറ്റന്റ് പബ്ലിക്കേഷൻ ആണ്. പേറ്റന്റ് പബ്ലിഷ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 മാസം എടുക്കും. റെഗുലർ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ 1.5 മാസം എടുക്കും. ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് നമുക്കത് കിട്ടും. പിന്നെ FER, അതായത് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ 3 ക്രൈറ്റീരിയ ആണ്: നോവൽറ്റി, ഇൻവെന്റീവ് സ്റ്റെപ്പ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കബിലിറ്റി. അപ്പൊ ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പേറ്റന്റ് ഗ്രാൻഡായി കിട്ടും. പക്ഷെ യൂഷ്വലി അങ്ങനെ കിട്ടില്ല. അവർ പല ഒബ്ജക്ഷൻസ് പറയും. അപ്പൊ ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കിട്ടും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെന്റീവ് സ്റ്റെപ്പിന് എനിക്ക് നോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്റ്റെപ്പ് ഞാൻ അവർ അങ്ങയുടെ ഭാഗമായിട്ട് പേറ്റന്റ് കിട്ടി. അത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അപ്പൊ ഇങ്ങനെ പേറ്റന്റ് ചെയ്തിട്ടുണ്ട്. 3 ഈ വേസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് എനിക്കാണുള്ളത്. ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാർ. നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ഫീഡ്ബാക്ക് ഫോം നമ്മൾ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ റെസ്പെക്റ്റഡ് ഫാക്കൽറ്റി മെമ്പേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും അതൊന്ന് ഫില്ല് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഈ ഈ ഈ ടോപ്പിക്കിലുള്ള, അതായത് ഐഡിയ ടു പേറ്റൻ്റ് എന്നുള്ള ഈ വെബിനാർ ടോപ്പിക്കിലുള്ള കുട്ടികളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരുടെ സംശയങ്ങൾക്കും ഫ്രാൻസിസ് സാർ മറുപടി നൽകുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. Hello, Francis sir. Good evening. Hello. ഹലോ പറയൂ. സോറി, ഞാൻ മൈക്ക് ഓഫ് ആയിരുന്നു. സാറേ, ഇത് നമ്മുടെ സജിത് ബാബു സാറാണ്. Francis സാറ് sir. എഞ്ചിനീയർ GC തൃശ്ശൂർ അസോസിയേറ്റ് പ്രൊഫസറാണ്. സാറാണ്. പേര് കണ്ടപ്പോ എനിക്ക് സംശയം. എൻ്റെ അധ്യാപകനാണ്. ഷൈൻ കോഴിക്കോട് പഠിച്ചത് തന്നെയാണ്. ഷൈൻ കോഴിക്കോട് അലുമിനിയാണ്. ഓക്കെ. അപ്പോ ഫ്രാൻസ് സാർ, ഇതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈ ഇന്ത്യൻ പാറ്റന്റും US പാറ്റന്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? അതുപോലെ തന്നെ ഡിസൈൻ പാറ്റന്റും യൂട്ടിലിറ്റി പാറ്റന്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ആദ്യം ഇന്ത്യൻ പേറ്റന്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ പേറ്റന്റും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പേറ്റന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ത്യൻ പേറ്റന്റ് മാത്രമാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇൻവെൻഷന് ഒരു സ്കോപ്പ് ചിലപ്പോൾ US ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് US പേറ്റന്റ് ഫയൽ ചെയ്യാം. ഇപ്പൊ ചിലരാണെങ്കിൽ US മാത്രം പേറ്റന്റ് ഫയൽ ചെയ്യുന്നവരുണ്ട്. അതല്ല, നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റിന് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ നമ്മൾ പേറ്റന്റ് ഫയൽ ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു PCT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരവും വേണമെങ്കിൽ ഫയൽ ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, US മാത്രം ചെയ്താൽ മതിയെങ്കിൽ നേരിട്ട് US ചെയ്യാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആൻസർ പറയാം. നമ്മൾ സാധാരണ പേറ്റന്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പേറ്റന്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് നമുക്ക് കിട്ടുന്നത് സാധാരണ പേറ്റന്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പേറ്റന്റ് ആണ്. ഡിസൈൻ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ബോട്ടിലിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ പാനലിന്റെ ഡിസൈൻ, അങ്ങനെയുള്ള ഒരു എസ്തെറ്റിക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ളതിനൊക്കെ കിട്ടുന്നതാണ് ഡിസൈൻ പേറ്റന്റ്. ഞാൻ സാറിന്റെ ആൻസർ പറഞ്ഞു. ഇതില് US പാറ്റന്റ് ബെറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? US പാറ്റന്റ് ബെറ്റർ, അല്ലെ ഇന്ത്യൻ പാറ്റന്റ് ആണ് ബെറ്റർ എന്നോ, അല്ലെങ്കിൽ യൂട്ടിലിറ്റി പാറ്റന്റ് ആണ് ബെറ്റർ, ദെൻ ഡിസൈൻ പാറ്റന്റ് ബെറ്റർ, അങ്ങനെയില്ല. ഇത് ഓരോ ഏരിയയിലുള്ള പാറ്റന്റ്, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഡിസൈൻ പാറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വർക്ക് പോലെയൊക്കെ ഉള്ളതിന് കിട്ടുന്നതാണ്. അതൊരു എഞ്ചിനീയറിംഗ് അഡ്വാൻസ്മെന്റിന് കിട്ടുന്നതല്ല. പിന്നെ US പാറ്റന്റിന് ഇന്ത്യൻ പാറ്റന്റാണ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലത്തെ ഒരാൾ US പാറ്റന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഒന്നവിടെ ഫീസ് കൂടുതലാണ്, അത്രയും കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ പോയി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതേപോലെ തന്നെ ഇത് നമ്മള് ത്രൂ ലീഗൽ പോണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ കൂടുതൽ പൈസ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ വലിയ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഒന്നും ഇതിന് കിട്ടില്ല. പക്ഷെ നമുക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ സ്വന്തമായിട്ട് എഴുതി വളരെ സ്കോപ്പുള്ള ഒന്നാണ്. നമ്മുടെ ലീഗൽ ടേംസിന്റെ മിസ്റ്റേക്ക് കാരണം വേറൊരാള് നമ്മുടെ പേറ്റന്റിന്റെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നഷ്ടമായിരിക്കില്ല. അതുകൊണ്ടാണ് പേറ്റന്റ് അറ്റോർണി വഴി പോകണമെന്ന് പറയുന്നത്. അതല്ല, ഭയങ്കര കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതുന്നത് ഒരു നല്ലൊരു ഇതാണ്. നമുക്ക് പഠിക്കാനും ഒരു അക്കാഡമിക് രീതിയിലൊക്കെ ഉള്ള വർക്കാണെങ്കിൽ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഒന്നും കിട്ടണമെന്നില്ല ചിലതിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സ്വന്തമായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അറ്റോർണിക്ക് നമ്മൾ എത്ര ഫീ കൊടുക്കേണ്ടി വരും? അത് പലരും പല രീതിയിലാണ്. 30,000 തൊട്ട് 2 lakhs വരെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. സ്റ്റാൻഡേർഡ് അല്ല.
സ്റ്റാൻഡേർഡ് അല്ല, അത് പലരും പല റേറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പാറ്റന്റിൽ ചിലപ്പോ 3 പേരുണ്ടാവാം, 2 ആളാവാം, 6 പേരുണ്ടാവാം, മാക്സിമം എത്ര പേര് അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ. ചിലതൊക്കെ ഇവൻ 10 പേരൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു മെറ്റി സാർ ഓക്കെ, ഫോർ താങ്ക് യു. യുവർ ആൻസർ. നമ്മുടെ നമ്മുടെ മറ്റ് പോളിടെക്നിക്കിലെ ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ട്. അവരുടെ സംശയങ്ങൾ ചോദിക്കാം. ഒരാൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പേറ്റന്റ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഇതിലാണെങ്കിൽ, നിങ്ങൾക്കൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പേറ്റന്റ് സെർച്ച് ആണ്. ഗൂഗിൾ പേറ്റന്റ്സിനകത്ത് കയറി ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് നോക്കുന്നെങ്കിൽ ഒരു ഇനിഷ്യൽ ലെവൽ ഇതുപോലെ പേറ്റന്റ് സെർച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിനൊരു ഡ്രോയിങ് ഒക്കെ വരച്ച് എങ്ങനെ വർക്ക് ചെയ്യും, അതിനകത്ത് എന്താണ് പുതിയതായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയണം. അപ്പൊ നിങ്ങൾ പേറ്റന്റ് അറ്റോർണിനെ അപ്രോച്ച് ചെയ്താലും നിങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് എന്താണ് പുതിയതെന്ന് നിങ്ങളെപ്പോലെ വേറെ ആർക്കും അറിയില്ല. ഓക്കെ, അവര് ചിലപ്പോൾ സെർച്ച് ചെയ്ത് പറഞ്ഞു തരുമായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാന്നുണ്ടെങ്കിൽ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ ആൻസർ പറഞ്ഞു വിചാരിക്കുകയാണ്. ഓക്കെ സാർ, മറ്റ് സംശയങ്ങൾ? ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് ആയിരിക്കുന്നതിന് നമുക്ക് ചെയ്യാമല്ലോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാമല്ലോ. അത് ചെയ്യാം. ഇതിപ്പോ പബ്ലിക് യൂസ് ചെയ്യുന്നില്ലല്ലോ പ്രോഡക്റ്റ്. ഇല്ല, നമുക്കൊരു ഡ്രോണിന്റെയും എയർ ഫ്ലൈറ്റും ഒക്കെ അങ്ങനെയുള്ള ഒത്തിരി ഇന്നോവേഷൻസ് കോളേജിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആ ഒരു കുട്ടി അതിനകത്ത് ചെയ്യുന്ന വൈഷ്ണവ്. നമസ്കാരം സാർ. വൈഷ്ണവ് ഒന്ന് സാറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യും. അപ്പം സാറിന്റെ വൈഷ്ണവിന്റെ ഡൗട്ട്സുകൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അത്യാവശ്യം. ഓക്കെ സാറേ, എൻ്റെ ഒരു ഡൗട്ട്, നമ്മളിപ്പം ഡ്രോണിനകത്ത് കുറച്ച് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആഡ് ചെയ്യണം, ഹൈബ്രിഡ് ആക്കുകയാണ്, കുറേ ടെലികമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. അപ്പം നിലവിൽ നമ്മൾ ചെയ്തു, പേറ്റന്റിനെ അപേക്ഷിച്ചു, ലെറ്റ്സ് ഫസ്റ്റ് നമ്മൾ തന്നെ എഴുതിയെന്ന് വിചാരിച്ചോ, ഇതായിട്ട് വിചാരിച്ചോ. അപ്പോൾ കുറച്ച് നാളുടെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടെക്നോളജി കൂടി ആഡ് ചെയ്യണം. അതേപോലെ കുറച്ച് ടെക്നോളജി കൂടി ആഡ് ചെയ്യണമെങ്കിൽ അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ പേറ്റന്റ്? അതും അങ്ങനെയല്ലേ കാര്യങ്ങൾ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ തടസ്സമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അവർ പിന്നെ കാര്യമായ മോഡിഫിക്കേഷൻസ് ഒന്നും സമ്മതിക്കില്ല. ഇപ്പോൾ അവർ ചില മിസ്റ്റേക്കുകളൊക്കെ അതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ, അല്ലാതെ പുതിയ ക്ലെയിംസ് ഒന്നും ചേർക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു പേറ്റന്റിന് ഇതുപോലെ ഞാൻ പിന്നീട് കുറച്ച് ക്ലെയിംസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവരത് അറ്റോർണി പറഞ്ഞത് അത് പ്രയാസമായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സാർ, അത് സെക്കൻഡ് പാറ്റന്റ് ആയിട്ട് പോകാൻ പറ്റൂലേ? സെക്കൻഡ് പേറ്റന്റ് ആയിട്ട് പോവാം. വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സെക്കൻഡ് പേറ്റന്റ് ആയിട്ട് പോവാം. അത് പറ്റും. നേരത്തെ ഉള്ള പേറ്റന്റിന്റെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് പോവാം. അപ്പൊ അതിന് രണ്ടാമത്തെ പേറ്റന്റിന്റെ ഒരു ഫീസ് കൊടുക്കാം, അത്ര ഉള്ളൂ. സെക്കൻഡ് പേറ്റന്റ് കിട്ടുമല്ലോ? അത് ചെയ്യാം, അത് കിട്ടും. സാറ്, ഞാൻ GC കോഴിക്കോട് അലുമിനിയാണ്, അതുപോലെ തന്നെ GC തൃശ്ശൂരിൻ്റെയും അലുമിനിയാണ്. ഞാൻ ഫ്രാൻസിസ് സാർ ഒരുമിച്ച് മാർബസിലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് 2009, 10, 11 കാലഘട്ടങ്ങളിൽ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ PhD വർക്കിൽ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നിലവിൽ ആ അൽഗോരിതം ആരും ചെയ്തിട്ടില്ല. നമ്മൾ ഹൈബ്രിഡായിട്ട് 2-3 മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിട്ട് ചെയ്ത ഒരു അൽഗോരിതമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലും അതുപോലെ തന്നെ നോൺ ലീനിയർ പ്രോഗ്രാമിങ്ങിലൊക്കെ നമുക്ക് പാറ്റന്റ് എടുക്കാൻ പറ്റുമോ?
നമുക്ക് പേറ്റന്റ് അതിലെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ ലോ പ്രകാരം ഇന്ത്യയിൽ പേറ്റന്റ് എന്തായാലും എടുക്കാൻ പറ്റില്ല. നമുക്കത് കോപ്പിറൈറ്റ് ആയിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കോപ്പിറൈറ്റ് എനിക്ക് ചെയ്ത് പരിചയമില്ല, പക്ഷെ കോപ്പിറൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പലരെ എനിക്കറിയാം. പിന്നെ US ആണെങ്കിൽ ഇതേപോലുള്ള സോഫ്റ്റ്വെയറുകൾക്കും പേറ്റന്റ് കിട്ടുന്നതാണ്. അത് ഓരോ രാജ്യത്തിന്റെ റൂൾസ് ഡിഫറെന്റ് ആണ്. ഏകദേശമൊക്കെ സെയിം ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ അബ്ദുൾ സമദ് സാർ ഉണ്ടെന്ന് തോന്നുന്നു. സാറ് നേരത്തെ കയറിയതായിട്ട് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും. ഹലോ ഹലോ, ഞാൻ ഇവിടെ കോളേജിൽ വെബിനാർ കഴിഞ്ഞില്ലായിരുന്നു. ഹലോ സാറേ. സാറേ, ഇപ്പം നമ്മുടെ ആ ഒരു ടെക്നോളജിക്കകത്ത് കുറച്ച് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ സോഴ്സ് എന്നുള്ള കുറച്ചുകൂടി മോഡിഫിക്കേഷൻസ് നടത്തി ക്ലോസ് എൻഡ് ആക്കിയാൽ അതിന് എന്തെങ്കിലും റെഗുലേഷൻ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ, പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ഇതിപ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വരുന്നുണ്ട് അല്ലേ? ആ, അതെ, വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ മാത്രമാണെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടില്ല. പക്ഷെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വരുന്നുണ്ട്, പേറ്റന്റിന് നമുക്ക് കിട്ടും. പിന്നെ സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റഡ് ഇതിന് ആൻസർ പറയാനുള്ള ഒരു ഇത് എനിക്ക് നോളജ് ഇല്ല. ആ, ഓക്കെ സാറേ. അപ്പോൾ അതേ കണക്ക് ചില കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ അവിടെയായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? കമ്പനീസാണ് ആ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ടെക്നോളജി ലീഡ് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. അപ്പം അവരുമായിട്ട് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ ഇതിനൊക്കെ പേറ്റന്റ് എടുക്കണമെങ്കിൽ? അല്ല, അവര് അവര് അവരുടെ ഇതിൽ നിന്ന് ഇപ്പൊ അവർക്ക് ഓൾറെഡി പേറ്റന്റ് ഉള്ള ഏരിയയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റ് കിട്ടില്ല. ഇനിയിപ്പോ അവരുടെ നിങ്ങളുടെ ഇത് ഡിഫറെന്റ് ആണെങ്കിൽ ആ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണം. അല്ലെങ്കിൽ പേറ്റന്റ് അറ്റോർണി വഴിയാണ് പോകുന്നതെങ്കിൽ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലെയിംസ് എഴുതാൻ പറ്റുള്ളൂ. എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയണം. അതിനാണ് നമ്മൾ ക്ലെയിംസ് അവസാനം എഴുതുന്നത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം. ആ സാറേ, അപ്പോൾ അത് റിസർച്ചിൽ ഇരിക്കുന്ന ടോപ്പിക് ആണെങ്കിലോ? റിസർച്ചിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണോ? ഇനിയും മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ? അല്ല അല്ല ആ ഒരു അല്ല സാറേ, ആ ഒരു ടെക്നോളജി കറന്റ് വേൾഡിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വേൾഡ് വൈഡ് റിസർച്ച് നടക്കുകയാണ്. ഓക്കെ. കൊമേഴ്ഷ്യൽ ആയിട്ട് ആപ്ലിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, അതിന് പേറ്റന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. ആർക്കെങ്കിലും പേറ്റന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ജേണൽ ഇത് റിസർച്ച് നടക്കുന്നതോ റിസർച്ച് പബ്ലിക്കേഷനൊക്കെ ആയിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതെന്താണ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പേറ്റൻസ് വേറെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചു നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. അത് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. ആ, ഓക്കെ സാർ, താങ്ക് യു സാർ. ഫ്രാൻസിസ് സാർ, നമ്മൾക്ക് മറ്റ് ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഇല്ല എങ്കിൽ നമ്മുടെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാമായിരുന്നു. ആർക്കെങ്കിലും ഫാക്കൽറ്റി മെമ്പേഴ്സിനോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഞാൻ സെന്റ് പോളിടെക്നിക് കോളേജ് ലെക്ചറാണ്, സനിൽകുമാർ. ആ സാറേ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ് വൈഷ്ണവ്. വൈഷ്ണവ് ഒത്തിരി ഇന്നോവേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അതുമായിട്ട് ബേസ് ചെയ്തിട്ട് അവിടെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു മുന്നോട്ട് പോകാനുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന പോലെ പേറ്റന്റിനും ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ സാറിൻ്റെ ഹെൽപ്പ് ഈ ഒരു ക്ലാസ് എന്നുള്ള അല്ലാതെ ആ കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ?
ഇപ്പോ എനിക്ക് ആകെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേറ്റന്റ് എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. അതെനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ള പല കാര്യങ്ങളും ഇപ്പോ ഈ സോഫ്റ്റ്വെയറും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് നോളജ് ഇല്ല. അതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് അതൊക്കെ പുതിയ പേറ്റന്റ് കിട്ടണമെങ്കിൽ പുതിയതാണോ എന്നുള്ള കാര്യം അതിനകത്ത് ഫീൽഡിലുള്ള ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. പേറ്റന്റ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ആൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് തന്നെ പുതിയതാണെന്ന് ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേറ്റന്റ് ചെയ്യാൻ നോക്കേണ്ടതാണ്. നമ്പർ ഷൈൻ സാറിന്റെ വാങ്ങിക്കാം, കുഴപ്പമില്ല, സാറ് തന്നോളൂ. നമ്പർ ഞാൻ ഷെയർ ചെയ്ത് തരാം സാർ. നമ്മുടെ MEFK ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഐഡിയ ടു പേറ്റന്റ് എന്നുള്ള ഡോക്ടർ ഫ്രാൻസിസ് സാറിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. സാറ് വോളണ്ടിയറായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള പ്രോഗ്രാമിന് നമ്മുടെ സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് പോളിടെക്നിക്കിലെ ഫാക്കൽറ്റീസിനും അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ സാറ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നമ്മുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ സാർ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയ ശ്രീ സജിത് സാറിനെ ക്ഷണിക്കുകയാണ്. എംപവർമെന്റ് ആൻഡ് ട്രെയിനിങ് ഓരോ വർഷവും 12ഓളം സെഷൻസ് ആണ്, വെബിനാറുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫീഡ്ബാക്ക് ബേസിസിൽ ഏറ്റവും ഒരു നല്ല ഒരു സ്പെഷ്യൽ ഫീഡ്ബാക്ക് വന്ന സെഷൻ ആയിരുന്നു പ്രൊജക്ട് പാറ്റേൺസ് എന്നുള്ള സെഷൻ. അനീഷ് സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഇപ്രാവശ്യം ഷൈൻ സാറ് അതുപോലെ തന്നെ ഒരു പ്രഗത്ഭനായ, നമുക്കൊക്കെ വളരെയധികം പറഞ്ഞാൽ വളരെയധികം മനസ്സിലാവുന്ന രീതി, നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു വ്യക്തിനെ കുറച്ച് സെർച്ച് ചെയ്തിട്ടാണ് ഫ്രാൻസിസ് സാറിൻ്റെ എത്തിയത്. അത് നമുക്ക് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോ അനിൽ സാറിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വൈഷ്ണവ്, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോളേജിൽ ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കോളേജിൽ തന്നെ ആ ഒരു പ്രൊജക്ട് പാറ്റേൺസ് എന്നുള്ള സെഷന്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു മൂവ്മെന്റിൽ നമുക്കൊരു പ്രൊഫഷണൽ പാറ്റന്റ് ചെയ്യാനും അതിനെ പ്രൊഫഷണൽ പാറ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി 12 മാസം കഴിഞ്ഞ് നമുക്ക് ഫൈനൽ പാറ്റന്റ് കൊടുത്താൽ മതി. സ്പെഷ്യൽ കണ്ടീഷനിൽ അതിന് ഏതാനും മാസത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഇല്ലാതെ തന്നെ നമുക്കൊരു ഫൈനൽ പാറ്റന്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ നമ്മുടെ കോളേജിൽ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം സെറ്റിന്റെ ഭാഗമായി ചെയ്തു തന്ന അനീഷ് സാറിന്റെ സെഷന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായി എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ തന്നെ വൈഷ്ണവ് മാത്രമല്ല, ഡിഫറെന്റ് പോളിടെക്നിക് കോളേജിൽ നമുക്ക് അതിനനുസരിച്ച് ഒരുപാട് അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്രാൻസിസ് സാറിന്റെ സെഷൻ നമുക്ക് എല്ലാവർക്കും ഇതിന് താല്പര്യമുള്ള ഒരുപാട് ഫാക്കൽറ്റിയും കുറച്ചധികം സ്റ്റുഡൻസും പല ലൊക്കേഷൻസിലുണ്ട്. അവർക്കൊക്കെ വളരെയധികം പാറ്റേൺ സെർച്ച് എന്നുള്ള രീതിയിൽ വളരെയധികം ഉപയോഗമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സാറ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. സാറ് 3 പാറ്റന്റിങ് എല്ലാ രീതിയിലും അച്ചീവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് സംബന്ധിച്ച ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് സാറിനെ നമുക്ക് സമീപിക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് സെഷൻ ചെയ്ത ഇമ്മടി സാറിന് വളരെയധികം നന്ദി. സെഷൻ അറ്റൻഡ് ചെയ്ത ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും നന്ദി. സെഷൻ കോർഡിനേറ്റ് ചെയ്ത സ്റ്റുഡൻറ് എംപവർമെന്റ് ആൻഡ് ട്രെയിനിങ് എന്ന ഈ ഒരു അറ്റംപ്റ്റിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഷൈൻ സാറിനും നന്ദി. താങ്ക്സ് ടു ഓൾ. ഓക്കെ, താങ്ക് യു സർ.
താങ്ക് യു ഫ്രാൻസിസ് സാർ, താങ്ക് യു സജിത് ബാബു സാർ, താങ്ക് യു സനൽ സാർ, അതുപോലെ തന്നെ താങ്ക് യു സജിത് സാർ, നമ്മുടെ അബ്ദുൾ സമദ് സാർ, താങ്ക് യു സാർ. എല്ലാ കുട്ടികൾക്കും നന്ദി. നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത സെഷൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈൻ സാർ. താങ്ക് യു സാർ.